എൻ്റെ നല്ലയമ്മ. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മേ അമ്മേ അലിവിൻ്റെ നിറകുടമേ, അമ്മേ അമ്മേ ആശ്വാസവാഹിനിയേ. എൻ്റെ നല്ലയമ്മ. എൻ്റെ നല്ല അമ്മ എന്ന ശാലോം പ്രോഗ്രാമിൻ്റെ മധ്യയാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ നന്മകൾ പ്രകീർത്തിക്കുവാൻ ദൈവം ഒരവസരം തന്നതിന്. സത്യത്തിൽ എൻ്റെ നല്ല അമ്മ പരിശുദ്ധ മേരി തന്നെയാണ്. ചെറുപ്പം മുതലേ ഓർമ്മയിലുണ്ട്, ഒരുപാട് കൃപകൾ അമ്മയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് തന്നെ പറയണം. ഞങ്ങൾ 5 മക്കളാണ്. ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബം. ദാരിദ്ര്യം മൂർജിക്കുമ്പോൾ അപ്പനമ്മയും ദൂരെ നാട്ടിൽ പോകും ഇഷ്ടിയക്കളത്തിൽ. 6 മാസത്തോളമൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ മക്കൾ അമ്മ വീട്ടിലായിരിക്കും. ആ വീട് ഒരു കൊച്ചു ദ്വീപിലാണ്. ചരിയന്തുരുത്ത് എന്നറിയപ്പെടുന്ന മനോഹരമായൊരു ദ്വീപ്. ആ ദ്വീപിൻ്റെ തീരത്ത് ഒരു കൊച്ചു ദേവാലയമുണ്ട്. അമ്മയുടെ നാമത്തിലുള്ളൊരു ദേവാലയം വേളാങ്കണ്ണി മാതാവിൻ്റേതാണ്. അമ്മയോടുള്ള എൻ്റെ മാധവ സ്നേഹം ആദ്യമായിട്ട് വളർന്നത് ആ ദേവാലയവുമായി ചുറ്റിപ്പറ്റിയ എൻ്റെ ചെറുബാല്യത്തിൽ. അവിടെ ഞാൻ വളരെ പ്രഭാതത്തിലേക്ക് പോകും ദിവ്യബലിക്ക്. ആദ്യമായിട്ട് ഞാൻ അൽത്താര ബാലനായതും ആ കൊച്ചു ദേവാലയത്തിലാണ്. അമ്മയോടുള്ള തീവ്രമായ ഭക്തിയും സ്നേഹവുമൊക്കെ അവിടെയാണ് രൂപപ്പെട്ടത്. അപ്പോൾ എൻ്റെ അമ്മ വീട് പ്രാർത്ഥനയുടെ കുടുംബം തന്നെയായിരുന്നു. എല്ലാ സന്ധ്യാനേരത്തും 1 മണിക്കൂറോളം ദീർഘിപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ സമർപ്പണ ജീവിതത്തിൻ്റെ വിത്തുകളൊക്കെ പാകിയത് ഒരുപക്ഷെ ആ പ്രാർത്ഥന നിമിഷങ്ങളായിരിക്കണം. ഓർക്കുന്നു, ആ ചെറുപ്രായത്തിൽ വളരെ പ്രഭാതത്തിൽ പാൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ പോകുമായിരുന്നു. എൻ്റെ ആൻറ്റി തരുന്ന വലിയ പാത്രം നിറയുള്ള പാൽ വിൽക്കുവാനായിട്ട് ഞാൻ പോകുന്നത് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ്. ആ ദ്വീപും കടന്ന് മറ്റൊരു ദ്വീപിൽ പോകണം. വളരെ പ്രഭാതത്തിലാണ്, സൂര്യൻ ഉദിച്ച് വരുന്നതേയുള്ളൂ. ഇരുട്ടുണ്ടാകും. കൊച്ചുകുട്ടിയായതുകൊണ്ട് ഉള്ളിൽ ഇടയ്ക്കൊക്കെ ഭീതി ഉണ്ടാകും. അപ്പോഴൊക്കെ കഴുത്തിൽ അണഞ്ഞു നടക്കുന്ന ആ ജപമാലയും ഞാൻ പിടിക്കും. അമ്മ എൻ്റെ കൂടെയുണ്ടെന്നൊരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ ആ പാലുമായിട്ട് ഞാൻ പോകും. ഒരിക്കൽ പോലും എനിക്ക് അപകടം സംഭവിച്ചിട്ടില്ല. എന്നും അമ്മ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴും ആ ബാലൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാനൊരു പുരോഹിതനാണ്. ഇപ്പോഴും ഞാൻ യാത്രയിലാണ്. എൻ്റെ സമർപ്പണ സന്യാസ വഴിയിൽ ഇടർച്ചകളും പതർച്ചകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമ്പോൾ ഞാൻ അമ്മയുടെ കരം പിടിക്കും. അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം എനിക്കെപ്പോഴും ഒരു ബലമാണ്.
വീഴാതെ തളരാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അമ്മ എനിക്ക് ആശ്രയമാണ്. ഓർക്കുന്നത് ജോൺ മേരി വിയാനിയുടെ ബാല്യകാല ജീവിതമാണ്. അദ്ദേഹം ഒരുപാട് രോഗക്ലേശങ്ങളാൽ ക്ലേശിക്കുന്നൊരു ബാലനായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ തളർച്ച വരുമ്പോൾ ആരും കാണാതെ പരിശുദ്ധ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടുപോകും. എന്നിട്ട് തൊട്ടടുത്ത് പ്രതിഷ്ഠിക്കും. അധ്വാനിച്ച് തളരുമ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്കും. അമ്മയുടെ മുഖം കാണുമ്പോൾ എന്നെന്നില്ലാത്തൊരു തീവ്രത, ഒരു ധൈര്യം, ഒരു ശക്തി ജോൺ മേരി വിയാനിക്ക് കിട്ടും. അങ്ങനെ നന്നായിട്ട് അധ്വാനിച്ച് ആ ദിവസം പൂർത്തിയാക്കാനായിട്ട് മേരി വിയാനിക്ക് കഴിഞ്ഞു. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ക്ലേശങ്ങളും സങ്കടങ്ങളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം എനിക്കൊരു ബലമാണ്. ഏറ്റവും വലിയ തെളിവ് എൻ്റെ മനസ്സിലിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നൊരു അനുഭവമാണ്. എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ തക്ക വിധത്തിൽ ഒരു ദുരന്തം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരുപാട് സ്വപ്നം കണ്ട് ഞാൻ സെമിനാരിൽ കയറി. 2 വർഷം കഴിഞ്ഞ് ഞാൻ PhD പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് കളിക്കുന്നൊരു വിദ്യാർത്ഥിയായതുകൊണ്ട് ബാസ്ക്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീണു. മുഖത്ത് വെള്ളം തെളിച്ചു, ബോധം വന്നു. പിന്നെ കാരണമറിയാൻ ഹോസ്പിറ്റലിൽ പോയി. ഒരുപാട് ചെക്കപ്പിന് ശേഷം അറിയുകയാണ് എൻ്റെ ഹൃദയത്തിലൊരു ദൂരമുണ്ടെന്ന്. എൻ്റെ വിശ്വാസം ശരിക്കും കെട്ടുപോയൊരു അന്ധകാര കാലമായിരുന്നത്. എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഹൃദയത്തിലൊരു ദൂരമുണ്ടെന്ന്. വല്ലാതെ തളർന്നു പോയി. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് സെമിനാരിൽ വന്നിട്ട് ദൈവം തരുന്നത് ഹൃദയത്തിലൊരു ദ്വാരം. ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രതിഷേധിച്ചു. അമ്മയോട് ഒരുപാട് പിണങ്ങി. ആ രോഗം അറിഞ്ഞ ദിവസം ഞാൻ വാർഡിൽ കിടക്കുകയാണ്. എൻ്റെ ബെഡിനടുത്ത് മറ്റൊരു ബെഡിൽ ഒരു കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞിനെ ഒരമ്മ മടിയിൽ കിടത്തിയിട്ട് കണ്ണുനീരോട് അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിൽ എന്തെന്നില്ലാത്ത നിരാശത്തോടെ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് അമ്മ ഈ സന്ധ്യാനേരത്ത് ജപമാല ചെല്ലുന്നതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിലൊരു ദൂരമുണ്ട്, അത് ഞാൻ ഇന്നലെ കണ്ടതാണ്. ഞാൻ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുക. കണ്ണുനീരോടെ ഞാൻ കരഞ്ഞാൽ അമ്മ ഇടപെടും, എൻ്റെ മകന് സൗഖ്യം നൽകും. അപ്പോൾ ഞാൻ പരിശുദ്ധ മാതാവിനെ ഓർത്തു. സത്യത്തിൽ ഈ അമ്മ കരഞ്ഞത് എനിക്ക് വേണ്ടി കൂടി ആയിരിക്കണം. ഞാൻ ദൈവത്തോട് പ്രതിഷേധിച്ച് എൻ്റെ വിശ്വാസം തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ ഈ അമ്മ പരിശുദ്ധ മറിയത്തിൻ്റെ അടയാളമായി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കണം. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. വളരെ പ്രഭാതത്തിൽ ലൂർദ് ഹോസ്പിറ്റലിലെ ചാപ്പലിലേക്ക് ഞാൻ ചെന്നു. ആരുമില്ല, വാതിൽ തുറന്നു കിടക്കുക. അവിടെ ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് ഞാൻ ഇരുന്നു. ദൈവത്തോട് ഞാൻ ഒരുപാട് കലഹിക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. കാരണം ദൈവത്തെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിക്കാൻ വന്നിട്ട് ദൈവം എനിക്ക് തന്നത് ഉള്ളിലൊരു മുറിവ്. അവനോട് ഒരുപാട് പ്രതിഷേധിച്ചു, ഒരുപാട് കുറ്റം പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ നടയിലിരുന്നു കൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതൊന്ന് ഓർക്കണം. പ്രഭാതബലി ആരംഭിച്ചു. അത് ഞാൻ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. നിറമനസ്സോടെ ആയിരുന്നില്ല, പരിഭവത്തോടെ. അവസാന ദിവ്യകാരനെ സ്വീകരിച്ച് ഞാനിരുന്ന് ഇരിപ്പിടത്തിൽ വന്നിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി, നീ ഒന്ന് അൾത്താരയിലേക്ക് നോക്ക്. അവിടെ ഒരു ക്രൂശിത രൂപമില്ലേ? ആ ക്രൂശിത രൂപത്തിൻ്റെ നെഞ്ചിലേക്കൊന്ന് നോക്ക്. അവൻ്റെ നെഞ്ചിലുമുണ്ട് ഒരു മുറിവ്. ആ മുറിവ് സത്യത്തിൽ നിൻ്റെ പാപത്തെ പറ്റി അവൻ സ്വയം ഏറ്റെടുത്ത കുന്തമനയാണ്. നിന്നോടുള്ള സ്നേഹത്തെ പറ്റി അവന് നെഞ്ചിലൊരു മുറിവ് ഏക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവനോടുള്ള സ്നേഹത്തെ പറ്റി നിനക്കും ഈ മുറിവ് ഏറ്റുകൂടാ? അമ്മ എന്നെ ശരിക്കും വീണ്ടെടുക്കുകയായിരുന്നു ആ വാക്കിലൂടെ. ഞാൻ ചിന്തിച്ചു, ശരിയാ, അവൻ്റെ നെഞ്ചിലൊരു വലിയ കുന്തമനയുണ്ട്. ഞാനിതാ ദൈവത്തെ കുറ്റപ്പെടുത്തി എൻ്റെ മുറിവുകളെക്കുറിച്ച് ഓർത്ത്. സത്യത്തിൽ എൻ്റെ ഈ മുറിവ് ദൈവം നൽകിയൊരു അംഗീകാരമല്ലേ ക്രിസ്തുവിൻ്റെ മുറിവിനോട് രമ്യതപ്പെടുത്താൻ. അവിടെ വെച്ച് അമ്മയുടെ മുമ്പ് ഞാൻ വാഗ്ദാനം ചെയ്തു, ഈ രോഗത്തിൻ്റെ പേരിൽ ഇനി ഞാൻ ദൈവത്തോട് കലഹിക്കില്ല, കുറ്റപ്പെടുത്തില്ല. ഇതിന് പിന്നിലുള്ള എല്ലാ സഹനങ്ങളെയും ഞാൻ ഏറ്റെടുക്കും. അമ്മയുടെ കരം പിടിച്ച് തന്നെ ആ ദേവാലയം വിട്ട് ഞാൻ പുറത്തു വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ സെമിനാരിൽ ചെന്നു. എല്ലാ അധികാരികളും എന്നോട് അനുകമ്പ കാണിച്ചു. എൻ്റെ ഓപ്പറേഷൻ നടന്നു. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചു. ഓർക്കുകയാണ്, ഒരുപാട് ദുരന്തങ്ങളുണ്ടായിരുന്നിട്ടും ആ ലൂർദ് ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ലൂർദ് മാതാവിൻ്റെ ആ വാക്കിൻ്റെ ബലത്തിലാണ് എന്നെ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന വിശ്വാസം വീണ്ടും കിട്ടത്. സത്യം, അമ്മയാണ് എന്നെ വീണ്ടെടുത്തത്. ഒരു ദുരന്തത്തിൻ്റെ പടുകുടിയിൽ നിന്നും അമ്മ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിറമനസ്സോടുകൂടി ഞാൻ അമ്മയെ ഓർക്കുകയാണ്. ആ സുവിശേഷത്തിലെ ഉപമ പോലെ നഷ്ടപ്പെട്ടു പോയ നാണയത്തെ വീണ്ടെടുക്കാൻ ഒരു സ്ത്രീ വിളക്കുമായിട്ട് കടന്നു വന്നില്ലേ? സ്ത്രീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ നല്ല അമ്മ തന്നെയാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു.
എൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവെന്ന പ്രകാശവുമായിട്ട് അമ്മ കടന്നു വന്നു. ഇന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്, ഒരു പുരോഹിതനാണ്. എൻ്റെ നെഞ്ചിൽ ആ പഴയ മുറിപ്പാടിൻ്റെ അടയാളമുണ്ട്. സത്യത്തിൽ അത് എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ അംഗീകാരം തന്നെയാണ്. ഈ ജപമാലയിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും എനിക്കൊരു കുറ്റബോധം ഉണ്ടാകാറുണ്ട്. മാതാവിൻ്റെ ഭക്തനാണെങ്കിലും അമ്മയോട് തീവ്രമായ സ്നേഹമുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും അനുദിന ജപമാലയിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ട്. ആത്മീയമായ തിരക്കെന്ന് നടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അലസത ബാധിക്കുമ്പോൾ ഞാൻ ഒഴിവാക്കിപ്പോയ ഒരു സുഹൃതമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആത്മീയ ചൈതന്യം വീണ്ടെടുക്കാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളുണ്ടായ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. പൊന്നുരുന്നിയിലുള്ള ഞങ്ങളുടെ കപ്പുച്ചൻ ആശ്രമത്തിൽ തിയോഫനച്ചൻ്റെ സമാധിയിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നൊരു വൈദികനാണ് ഞാൻ. പല ദിവസങ്ങളായി സമാധിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ. കയ്യിലൊരു ഡയറിയുണ്ട്, അത് തുറന്ന് വായിക്കുന്നു, പിന്നെ അടച്ച് മൗനമായിട്ട് നിൽക്കുന്നു. പ്രത്യേകത തോന്നിയപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു പേരെന്താണെന്ന്. പറഞ്ഞു നിക്സൺ എന്ന്. ഏത് വിധത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ഡയറി നിറയെ ബൈബിൾ വചനങ്ങളാണ്. ഞാൻ ബൈബിൾ ധ്യാനിക്കുക, കാണുന്നവരോടൊക്കെ വചനം പറയാറുണ്ട്. അത് എനിക്കൊരു ആവേശമാണ്. എന്നെ ആത്മീയമായിട്ട് മാറ്റിമറിച്ചത് എൻ്റെ അമ്മയുടെ ജപമാല ഭക്തിയാണ്. കേൾക്കാൻ കൗതുകം തോന്നിയതുകൊണ്ട് ഓഫീസിലേക്ക് ക്ഷണിച്ച് അവനോട് കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ നിക്സൺ പറഞ്ഞു, ഒരുപാട് തകർച്ചയുടെ നടുവിൽ പെട്ടുപോയൊരു കുടുംബമായിരുന്നു എൻ്റേതെന്ന്. അപ്പൻ ഒരു കുടിയനാണ്, സഹോദരങ്ങൾക്കിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആകെയുള്ളത് അമ്മ മാത്രം. നന്മയിൽ പ്രാർത്ഥന ചൈതന്യത്തിൽ കുടുംബത്തെ നയിച്ചൊരമ്മ. ഒരു ദിവസം വീട്ടിൻ്റെ സംഘർഷം കൊണ്ട് സങ്കടം കൊണ്ട് തന്നെ ഈ അമ്മ ആശ്രമദേവാലയത്തിൽ വന്ന് വേഗില മാതാവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഒരു വൈദികൻ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അമ്മയുടെ മുഖം കണ്ടാൽ വേഗില മാതാവിനെ പോലെ ഇരിക്കുമല്ലോ. അമ്മ മുഴുവൻ സങ്കടങ്ങളും അച്ഛനോട് പങ്കുവെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മ ജപമാല ചെല്ലണം എന്നും. പ്രാർത്ഥനയോടെ മാത്രമേ കുടുംബം വീണ്ടെടുക്കപ്പെടൂ. ആ വൈദികൻ്റെ വാക്കിൻ്റെ ബലത്തിൽ അമ്മ തിരിച്ചുപോയി അനുദിനം ജപമാല ചെല്ലാൻ ആരംഭിച്ചു. എത്ര തിരക്കുണ്ടെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ ജപമാല ചെല്ലാൻ ആരംഭിച്ചു. അമ്മയുടെ തീവ്രമായ പ്രാർത്ഥന കണ്ടിട്ട് മക്കൾക്ക് പോലും പുച്ഛം തോന്നി. അപ്പൻ കലഹിക്കാൻ ആരംഭിച്ചു. എന്നിട്ടും അമ്മ പ്രാർത്ഥനയിൽ നിന്ന് മാറിയില്ല. ആ പ്രാർത്ഥന കൊണ്ട് പതിയെ പതിയെ വീടിന് മാറ്റം സംഭവിച്ചു. മക്കൾക്ക് മാറ്റം വന്നു. ജീവിത പങ്കാളി മുടികുടനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും മാറ്റം വന്നു. അതിന് പിന്നിലൊരു സംഭവം തന്നെയുണ്ട്. അദ്ദേഹം എന്നും റമ്മ് കടിക്കുന്നത് കൊണ്ട് കാലിലൊരു മുറിവുണ്ടായി. അത് പൊറുക്കാത്ത അവസ്ഥയായി. പഴുത്ത് അവസാനം കാലിൽ എല്ല് പോലും കാണുന്നൊരവസ്ഥ വന്നു. വേദന കൊണ്ട് അവസാനം ഈ അപ്പച്ചനെ ലെസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മുറി കിടക്കുമ്പോൾ പോലും ആ വ്രണത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം മൂലം അടുത്ത് പോലും ആളുകൾ വന്നില്ല. ഡോക്ടർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ തുടയിൽ നിന്ന് മാംസമെടുത്ത് ഈ മുറിവുകൾ പരിഹരിക്കപ്പെടണം. അതിനൊരുപാട് ചിലവുണ്ട്. ആ സാമ്പത്തിക കടബാധയുടെ നടുവിൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ സ്വന്തം ജീവിത പങ്കാളിയുടെ അടുത്തിരുന്നു കൊണ്ട് ജപമാല ചെല്ലാൻ ആരംഭിച്ചു. തീവ്രമായിട്ട് ജപമാല ചെല്ലാൻ ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ആ ജീവിത പങ്കാളിയും അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി. പിന്നെ അത്ഭുതമാണ് സംഭവിച്ചത്. പിറ്റേ ദിവസം മുതൽ പ്രിയപ്പെട്ടവരൊക്കെ ആ മുറിയിലേക്ക് വരാൻ ആരംഭിച്ചു. ചില വൈദികർ, ചില സിസ്റ്റേഴ്സ്, ചില ബന്ധുക്കൾ, അയൽവാസികളൊക്കെ അവർ ഒന്നും പറയാതെ തന്നെ നിർലോഭം അവർക്ക് സംഭാവന ചെയ്തു. ഓപ്പറേഷൻ നടന്നു. മുഴുവനും ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി കാശുണ്ടായിരുന്നു. ഈ അനുഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ആ ജീവിത പങ്കാളി മദ്യം തൊട്ടിട്ടില്ല. എന്നും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി നേതൃത്വം കൊടുക്കുന്നു. 5 വർഷമായിട്ടിപ്പോൾ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമാണ്. ജപമാലയിലൂടെ ആ കുടുംബത്തെ മാതാവ് വീണ്ടെടുത്തു.
നിക്സൺ ഈ അനുഭവം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. കുടുംബത്തിലുമുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എൻ്റെ ഒരു കടമയാണ് വിശുദ്ധ അമ്മയുടെ ഈ ജപം ചൊല്ലി എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കുക എന്നത്. പിന്നെ ഞാനും ആരംഭിച്ചു അനുദിനം മുടങ്ങാതെ ഈ ജപമാല ചെല്ലാൻ. അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ കുടുംബത്തെ കാത്തു രക്ഷിക്കണമേ എന്ന് എൻ്റെ മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ട്. ഈ ജപമാല എന്നെയും എൻ്റെ കുടുംബത്തെയും വീണ്ടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മേ, എന്നും എനിക്ക് മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഞാനൊരു യുവ വൈദികനാണ്. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 5 വർഷമാകാൻ ഇനി 2 മാസം കൂടി. നവംബറിലാണ് 5 വർഷം പൂർത്തിയാകുക. ഈ കുറച്ച് കാലയളവിൽ ഒരുപാട് ദൈവകൃപകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശാലോം ടി വിയിൽ ഒരുപാട് തവണ വചനം പ്രഘോഷിക്കുവാൻ ദൈവം എന്നെ ഉപകരണമാക്കിയിട്ടുണ്ട്. അമ്മയുടെ സ്തുതിയെ വർണ്ണിക്കുവാനായിട്ട് ഇപ്പോൾ കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് മറ്റൊരു അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. യേശു ജീവിച്ച ആ പുണ്യഭൂമിയിൽ പോകുവാനും ആ പുണ്യയിടങ്ങൾ കാണാനും സൗജന്യമായിട്ട് പോകാനുള്ള ഒരു അവസരം. ഒരുപാട് ആനന്ദത്തോടു കൂടിയാണ് ഞാൻ ഇസ്രായേലിലേക്ക് പോയത്. അവിടെ ഒരുപാട് പുണ്യപ്പെട്ട ഇടങ്ങൾ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ഓർക്കുന്നത് നസ്രത്താണ്, പരിശുദ്ധ അമ്മയുടെ വീട്. അവിടെ മനോഹരമായ അമ്മയുടെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ നിന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സങ്കടം വന്നു. ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ ഓർത്തു. പരിശുദ്ധ അമ്മ കാൽവരിയിലായിരുന്നപ്പോൾ യേശു അമ്മയുടെ സങ്കടം മാറ്റി അമ്മയ്ക്ക് ഒരു മകനെ കൊടുത്തു. ഞാനിത് യേശുവിൻ്റെ വഴിയിലാണ്, പക്ഷേ ഒരുപാട് സഹനവഴിയിലൂടെ കടന്നു പോകുന്ന എൻ്റെ അമ്മയ്ക്ക് ഞാനെന്ത് സന്തോഷമാണ് കൊടുത്തത്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ വിശുദ്ധ നാട് തീർത്ഥാടനം ചെയ്യുവാൻ എനിക്കൊരവസരം കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയില്ല. അവിടെ വെച്ച് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം വന്നു. അപ്പോൾ അശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ കൈവച്ച് ഞാനപ്പോഴൊരു സങ്കടം പറഞ്ഞു. അമ്മേ, ഞാനൊരു തെറ്റ് ചെയ്ത് ഇനിയൊരു അവസരം കൂടി എനിക്ക് ഈ പുണ്യഭൂമിയിൽ വരുവാൻ കിട്ടുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുവരും. അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ തീർത്ഥയാത്ര പൂർത്തിയാക്കി ഞാൻ തിരിച്ചു വന്നു. ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കണം 1 വർഷം കഴിഞ്ഞപ്പോൾ 2014 ഒക്ടോബറിൽ വീണ്ടും ഒരിക്കൽ കൂടി പോകാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നിട്ടല്ല, ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ അമ്മ അത് നിമിത്തമാക്കി എൻ്റെ അമ്മയ്ക്കൊരു സന്തോഷം കൊടുക്കാൻ. ഉടനെ അമ്മയെ ഞാൻ കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി. പാസ്പോർട്ട് കിട്ടി. സത്യത്തിൽ അമ്മ ട്രെയിൻ പോലും കയറിയിട്ടില്ല. എന്നിട്ടും 3 രാജ്യങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഒരു നിമിത്തമായിട്ട് മാറി ഞാൻ. അമ്മയെ കൊണ്ടുപോയി. പോകുന്നതിന് തലേ ദിവസം ചേട്ടത്തി പറഞ്ഞു, അമ്മയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. പുണ്യസ്ഥലത്തായിരിക്കുമ്പോൾ അമ്മയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ വിശുദ്ധ നാട്ടിൽ ബിയാറ്റിറ്റ്യൂഡ് മലയിൽ കുർബാന ചെല്ലുന്ന ദിവസം, അന്ന് ഒക്ടോബർ 13, ഞാൻ പ്രത്യേകമായിട്ട് വന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് പറഞ്ഞു, ഇന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. വൈകിട്ട് ഞങ്ങൾ പോയത് ബെത്ലഹേമിലാണ്. അവിടെ ഹോട്ടലിൽ ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ മനോഹരമായ കേക്ക് അമ്മയ്ക്ക് വേണ്ടി കരുതി വെച്ചു. അമ്മയുടെ ജന്മദിന ആഘോഷത്തിന് വേണ്ടി വിലപ്പെട്ട സമ്മാനങ്ങൾ അവർ കൊണ്ടുവന്നു. സത്യം പറയട്ടെ, അമ്മയ്ക്ക് ഇന്ന് 65 വയസ്സായി. ഈ 65 വയസ്സിൽ ഒരിക്കൽ പോലും അമ്മയുടെ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ആകെ ആഘോഷിച്ചത് ആ ബെത്ലഹേമിൽ, യേശു പിറന്ന പുണ്യഭൂമിയിൽ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ. ആ സന്തോഷത്തിൻ്റെ നടുവിൽ അമ്മ കരഞ്ഞു പോവുക പോലും ചെയ്തു. ഒടുവിൽ തിരിച്ചു വന്നു ഞാൻ സമാധിയിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമാധിയിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിനടുത്ത് നിൽക്കുമ്പോൾ അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ അമ്മ എന്നോട് പറഞ്ഞു, മകനെ, ഈ എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും എനിക്കുണ്ട്. പക്ഷേ എനിക്കിപ്പോഴൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഓർക്കാനായിട്ട് എനിക്ക് 2 ദിവസങ്ങളുണ്ട്. ഒന്ന്, നീ പൗരോഹിത്യം സ്വീകരിച്ച ദിവസം. 2, ഈ 65ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ബെത്ലഹേമിൽ എൻ്റെ ജന്മദിനം ആഘോഷിച്ച ദിവസം. ഈ 2 സന്തോഷത്തിൻ്റെ പേരിൽ
ഇനിയും ഞാൻ സഹിച്ച് ജീവിച്ചു കൊള്ളാം. ആ നിമിഷം ഞാൻ വെറുതെ വശത്ത് അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ സ്നേഹവാത്സല്യത്തോടെ നോക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു മകനെന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നി. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവിതം കൊണ്ട് നൽകാൻ ഒരു വലിയ സമ്മാനം കരുതി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മാത്രമാണ്. അമ്മേ, ഒരുപാട് മക്കൾ അമ്മമാരെ വേദനിപ്പിക്കുന്നുണ്ട്. നിൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ആ അമ്മമാർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് ആ മക്കളെ നീ വീണ്ടെടുക്കണമേ. എൻ്റെ ഞാൻ ഈ കുറച്ച് സമയം കൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ എനിക്കൊരുപാട് സാക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടതിൻ്റെ തെളിവുകളായിട്ട്. നിശ്ചയമായും ദൈവത്തിൻ്റെ കരുണ ഭൂമിയിൽ വർഷിക്കുന്ന സ്വർഗീയ ഗോവണിയ പരിശുദ്ധ അമ്മ. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം, അനുദിനം ജപമാല ചെല്ലണം. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. മക്കൾ വഴിതെറ്റിപ്പോകുന്നു, ദമ്പതികൾക്കിടയിൽ വിശ്വാസം കെട്ടുപോകുന്നു, കുടുംബത്തിൽ സമാധാനം നിലച്ചു പോകുന്നു. കാരണം ഒന്നേയുള്ളൂ, പ്രാർത്ഥനയില്ലാതെ പോകുന്നു. കുടുംബത്തിൽ അമ്മയെ നമുക്ക് പ്രതിഷ്ഠിക്കാം. അമ്മയുടെ മുമ്പിൽ നമുക്ക് ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ജപമാല ചെല്ലാം. അമ്മയുടെ മധ്യസ്ഥം യാചിച്ചാൽ ദൈവം അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കും ചൊരിയും. നമ്മുടെ കുടുംബം വീണ്ടെടുക്കപ്പെടും. അതിനാൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ അമ്മയുടെ കരം പിടിച്ച് സഹനത്തിൻ്റെ സന്തോഷത്തിൻ്റെ മഹിമയുടെ പ്രകാശവടിയിലൂടെ ഈ ജപമാലയുമേന്തി നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മേ അമ്മേ, അലിവിൻ്റെ